പുരുഷനാണെന്ന പ്രബോധനമൊക്കെ ഉള്ളപ്പോൾ അത് സ്ത്രീയാണെന്ന വാദവും കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പവുമില്ല, വാദിച്ചു കൊള്ളട്ടെ, പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതയായ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറഞ്ഞത്, പല വാദമുഖങ്ങളും തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരുപക്ഷേ ദുർബലരായ പലരും കുട്ടികളുമൊക്കെ അങ്ങനെയും ചിന്തിച്ചേക്കാം. ആണാണെന്ന് പറയുന്നു, എന്നാൽ പെണ്ണാണെന്ന് വാദമുണ്ട്, ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡിയാണല്ലോ ഞാൻ ആരാധിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അത്ര ലജ്ജാകരമായ ഒരു മതമാണ് എൻ്റേത്, അത്ര ലജ്ജാകരമായ ഒരു ആരാധനാപാത്രമാണ് എൻ്റെ ദൈവം എന്നൊക്കെ ചിന്തിച്ചാൽ സ്ഥിതി എന്താണ്? ഞാൻ ആരാധിക്കുന്ന ദൈവം ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പെണ്ണാണെന്ന് വാദിക്കുന്നിടത്ത് പൗരുഷത്തെ ചോദ്യം ചെയ്യുന്നു. അത് യേശു വ്യഭിചാരിയാണെന്നോ ജാരസന്ധതിയാണെന്നോ അങ്ങനെയൊന്നും ആരോപിച്ചിട്ടില്ലല്ലോ, ഇത് നിസ്സാരമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ആ ചോദ്യങ്ങളൊന്നും പ്രസക്തമല്ല, ഗൗരവമേറിയ തന്നെയാണിത്. പരമായ സാഹചര്യത്തിൽ യേശുവിന് വേണ്ടി നിലകൊണ്ടില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ശിക്ഷ കിട്ടിയത്. നിസ്സാര കാര്യമൊന്നുമില്ല. ഓരോ ക്രൈസ്തവനും വിചാരിച്ചോളണം, മെത്രാന്മാർ ചിന്തിക്കണം, ക്രൈസ്തവ നേതാക്കന്മാർ ചിന്തിച്ചു കൊള്ളണം. ക്രിസ്തുവിന് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് നാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ ക്രിസ്തു ഉണ്ടാവണമെന്നില്ല. എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ ഒരു ചാനൽ ചർച്ചകളാണെന്ന് വിചാരിക്കുക, എന്നെ ആണും പെണ്ണും കെട്ടവനെന്നോ നീ പെണ്ണല്ലേടാ എന്ന് പറഞ്ഞാലോ എനിക്ക് ബാധിക്കില്ലേ? നിങ്ങളോട് ചോദിച്ചാലോ? അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നത് ആക്ഷേപിക്കൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, IAS ഉദ്യോഗസ്ഥയായ ദിവ്യ ക്രിസ്തുവിനെ നിന്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ക്രിമിനൽ കേസ് എടുക്കേണ്ട കുറ്റകൃത്യമാണത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത്രയും ഗൗരവമായ വിഷയം എന്താണിത്, ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിസ്സാരമാണ് ചിന്തിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നാം മഹാന്മാരായി കാണുന്ന, ഇന്ത്യയിലെ മഹാനായി നാം കാണുന്ന പലരും സ്ത്രീ ആയിരുന്നു എന്നതിന് പല വാദങ്ങളുണ്ട്, 3 വാദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ വന്നാൽ എങ്ങനെ? ഈ IASകാരിയുടെയോ എന്നെ കേൾക്കുന്ന നിങ്ങളുടെയോ അപ്പൻ സ്ത്രീയാണെന്ന് 3 വാദങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ രംഗത്ത് വന്നാൽ സ്ഥിതി എന്താണ്? അപ്പൻ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നത് മാത്രമാണോ? അതിലുപരി നിരവധി വിഷയങ്ങൾ അവിടെയുണ്ട്. ഇനി ചില ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് ഇതൊക്കെ നിസ്സാരമായി തള്ളിക്കളയണമെന്ന്. പലരും പറയുന്നു തീവ്രവാദമാകരുത്, ഇതൊന്നൊക്കെ തള്ളിക്കളയണം, ഇതിനൊന്നും കേസിന് പിറകെ പോകേണ്ട, ഇതൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല, ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും അനുഗ്രഹാസന മാതാവിനെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചതെങ്കിൽ ഇവിടെ എത്രമാത്രം ഒച്ചപ്പാടുണ്ടാകുമായിരുന്നു, എത്രമാത്രം കൊലവിളി ഉണ്ടാകുമായിരുന്നു, കൊട്ടേഷൻ കൊടുക്കുമായിരുന്നു? വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ഏതെങ്കിലും പുണ്യാളിനെതിരെയാണ് പറഞ്ഞതെങ്കിലും എത്രമാത്രം ആളിളകുമായിരുന്നു? ഇതിപ്പോൾ പുണ്യാളന്മാരെ കൊണ്ടാണ് ക്രിസ്ത്യാനികൾ പലരും കാര്യം സാധിക്കുന്നത്. ഏതോ അനുഗ്രഹാസന മാതാവിനെ കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുന്നു. ഇങ്ങനെയൊക്കെ പലരെ കൊണ്ട് പല കാര്യം സാധിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ ക്രിസ്തുവിന് വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കൊണ്ട് കാര്യമായ കാര്യം സാധിക്കാനൊന്നും ഇല്ലല്ലോ എന്നതുകൊണ്ടാണ് പലർക്കും പൊള്ളാത്തത്, പലർക്കും ചൂടില്ലാത്തത്. അതുകൊണ്ടാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഇത് പറഞ്ഞത് ആരാണെന്ന് വിചാരിച്ചാണ്? ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയിൽ ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ പറഞ്ഞതാണോ? അല്ല. ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായിരുന്ന ഒരാൾ, നീതിപൂർവ്വം ന്യായപൂർവ്വം നിയമമനുസരിച്ച് വിധിച്ചിരുന്ന ആൾ, അങ്ങനെ ഉന്നത സ്ഥാനത്തിരുന്ന ആൾ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ പറയുമ്പോൾ ഗൗരവമുണ്ട്. അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഒന്നോർക്കണം, 10-15 കൊല്ലം മുമ്പ് ക്രിസ്തുവിനെതിരെ വളരെ ആക്ഷേപകരമായ സിനിമ ഇറങ്ങിയപ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പല ക്രൈസ്തവ സംഘടനകളും മന്ത്രിയെ സമീപിച്ചു. അന്ന് മന്ത്രിസഭയിലെ ഏക ക്രിസ്തീയ മന്ത്രി വി. ജെ. ജോസഫാണ്. അപ്പോൾ മന്ത്രിസഭ കൂട്ടിയിട്ടായി ചർച്ച ചെയ്തപ്പോൾ മന്ത്രിസഭ തീരുമാനിച്ചു വി. ജെ. ജോസഫിൻ്റെ നിലപാടനുസരിച്ച് കൈകാര്യം ചെയ്യാം എന്ന്. അദ്ദേഹം അനങ്ങിയില്ല. ഒടുവിൽ ചില ധ്യാനകേന്ദ്രക്കാരും ചില ക്രൈസ്തവ സംഘടനകളും സംഘടിതമായി തലസ്ഥാനത്തെത്തി അവർ സമരം ചെയ്യുകയും ധർണ നടത്തുകയൊക്കെ ചെയ്തിട്ട് മന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തു. അന്ന് ഈ മന്ത്രി ഒരു ക്രൈസ്തവനാണല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്തത്. അന്ന് ആ മന്ത്രി നിസ്സാരമായിട്ട് തള്ളിയത്. ആ മന്ത്രി പറഞ്ഞു ഇതിൽ യാതൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതല്ല, ദൈവമായ ക്രിസ്തുവിനെ ആക്ഷേപിക്കുന്നത് നമുക്ക് പ്രചരിപ്പിക്കാൻ പാടില്ല, അത് ക്രിസ്തു നിന്നെയാണ്, അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും തലേ കയറുന്നില്ല. ഒടുവിൽ എന്തുണ്ടായി? അന്ന് തനിക്ക് ചെയ്യാമായിരുന്ന, താൻ വിചാരിച്ചാൽ അത് തടയാമായിരുന്നു. അങ്ങനെ സാഹചര്യത്തിൽ തടയാതിരുന്നതിനാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? വൈകാതെ അദ്ദേഹം ഒരു പെണ്ണ് കേസിൽപ്പെട്ടു. വിമാനത്തെ കയറിയപ്പോൾ ആരെയെ പിടിച്ചു എന്ന് പറഞ്ഞു. കാര്യം എന്തായാലും ശരി, തെറ്റാണ് ശരിയാണോ എന്തായാലും ഈ പെണ്ണ് കേസിൽപ്പെട്ടപ്പോൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അദ്ദേഹം പോട്ടെ വന്നൊരു കൗൺസിലറെ കൊണ്ടു, കർത്താവിനോട് പ്രാർത്ഥിക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. ആ കൗൺസിലർക്ക് ഒരു ദർശനം കിട്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, ക്രിസ്തു ചോദിക്കുന്നു, എനിക്കെതിരെ ആക്ഷേപമുണ്ടായപ്പോൾ നീ അനങ്ങിയില്ലല്ലോ, പിന്നെ എന്തിന് നിനക്കെതിരെ ആക്ഷേപമുണ്ടാകുമ്പോൾ ഞാൻ സഹായിക്കണം എന്ന് ചോദിക്കുന്നു. ഇയാൾ ചോദിച്ചു, എന്താ ആക്ഷേപം? ക്രിസ്തുവിനെയോ? ക്രിസ്തു അങ്ങ് പണ്ട് ഫലസ്തീനിൽ ജീവിച്ച ആളല്ലേ, ക്രിസ്തുവിനെതിരെ എന്താ ആക്ഷേപം ഉണ്ടായി? ഞാനിങ്ങനെ അറിയണം എന്ത്? ഈ കൗൺസിലർ പറഞ്ഞു, ഇന്നൊരു കാര്യം ഉണ്ടായോ? സിനിമ പ്രശ്നമുണ്ടോ? അത് ചുമ്മാ കഥയല്ലേ, സിനിമയല്ലേ? കഥയിലും കാര്യമുണ്ട്. ആക്ഷേപകരമായ സാഹചര്യത്തിൽ യേശുവിന് വേണ്ടി നിലകൊണ്ടില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് ശിക്ഷ കിട്ടിയത്. നിസ്സാര കാര്യമൊന്നുമില്ല. ഓരോ ക്രൈസ്തവനും വിചാരിച്ചോളണം, മെത്രാന്മാർ ചിന്തിക്കണം, ക്രൈസ്തവ നേതാക്കന്മാർ ചിന്തിച്ചു കൊള്ളണം. ക്രിസ്തുവിന് വേണ്ടി ശബ്ദിക്കാൻ നിങ്ങൾക്ക് നാവില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ ക്രിസ്തു ഉണ്ടാവണമെന്നില്ല. നിസ്സാരമായി ഇതിനെ കാണുന്നത് ദിവ്യ ചെയ്തതല്ല, ഇത് മറ്റൊരു ക്രിസ്ത്യാനി പോസ്റ്റ് ഇട്ടതാണ്.
അത് വായിച്ചു പാടി പാട്ട് പോലെ പാടിയെന്നേ ഉള്ളൂ, തർജ്ജമ ചെയ്തതന്നേ ഉള്ളൂ. അതുകൊണ്ട് നിലനിൽക്കില്ല, അതുകൊണ്ട് ആക്ഷേപമാവില്ല, ദിവ്യ വരേണ്ട എന്ന് പറയുന്നു. എത്ര വില കുറഞ്ഞ വാദമാണിത്. ക്രിസ്ത്യന റിസോർട്ടോ എന്നൊരാൾ പോസ്റ്റ് ചെയ്തത് കണ്ടപ്പോൾ അത് വെള്ളപൂശാണല്ലോ ന്യായീകരണമാക്കുക. അപ്പോൾ ക്രിസ്ത്യാനിയാണല്ലോ അത് പറഞ്ഞത്, അതുകൊണ്ട് വെള്ളപൂശാണ് ഉപകരണമാക്കുകയോ? ഇത് പണ്ടില്ലായിരുന്നെങ്കിലോ ഇങ്ങനെ കിടന്ന് ഉരുളുകയാണോ ആരെങ്കിലും ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ന്യായീകരണം വെള്ളപൂശലോ ആരും ശ്രമിച്ചിട്ട് കാര്യമില്ല. തന്നെയല്ല, ഏതെങ്കിലും വങ്കത്തരം സമനില തെറ്റിയ ഒരു ക്രിസ്തീയ നാമധാരി എന്തെങ്കിലും വിരക്കേട് പുലമ്പിയാൽ ഇവരെ ഇപ്പോൾ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ അത് ഏറ്റുപാടാൻ പാടുണ്ടോ? താൻ ആരാണെന്ന് അറിയണ്ടേ? ഇവിടെ ലോകത്തെമ്പാടും ആരാധിക്കപ്പെടുന്ന ദൈവമാണ് ക്രിസ്തു. ഇതെങ്ങനെ ക്രിസ്തുവിനെ ബാധിക്കും? ഇത് ക്രിസ്തുവിനെ ബാധിക്കുന്ന ഈ വിഷയമല്ല, ഇതിനൊക്കെ ഉപരിയാണ് ക്രിസ്തു എന്ന് ചില ക്രിസ്ത്യാനികൾ ബാധിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയ ക്രിസ്തുവിനെ ബാധിക്കുമെന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതല്ല ഇത്. താങ്കൾ ആരാധിക്കുന്ന ദൈവപുത്രൻ പുരുഷനാണെന്ന പ്രബോധനമൊക്കെ ഉള്ളപ്പോൾ അത് സ്ത്രീയാണെന്ന വാദവും കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല, വാദിച്ചു കൊള്ളട്ടെ, പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതയായ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് പറഞ്ഞത്, പല വാദഭവങ്ങളും തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഒരുപക്ഷെ ദുർബലരായ പലരും കുട്ടികളുമൊക്കെ അങ്ങനെയും ചിന്തിച്ചേക്കാം. ആണാണെന്ന് പറയുന്നു, എന്നാൽ പെണ്ണാണെന്ന് വാദമുണ്ട്. ആണും പെണ്ണും കെട്ട ഒരു ശിഖണ്ഡിയാണല്ലോ ഞാൻ ആരാധിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അത്ര ലജ്ജാകരമായ ഒരു മതമാണ് എൻ്റേത്, അത്ര ലജ്ജാകരമായ ഒരു ആരാധനാപാത്രമാണ് എൻ്റെ ദൈവം എന്നൊക്കെ ചിന്തിച്ചാൽ സ്ഥിതി എന്താണ്? ഞാൻ ആരാധിക്കുന്ന ദൈവം ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പെണ്ണാണെന്ന് വാദിക്കുന്നിടത്ത് പൗരുഷത്തെ ചോദ്യം ചെയ്യുന്നു. അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, അത് നിന്ന് തന്നെയാണ്. എന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നിടയിൽ ഒരു ചാനൽ ചർച്ചകളെന്ന് വിചാരിക്കുക, എന്നെ ആണും പെണ്ണും കെട്ടവനെയെന്നോ നീ പെണ്ണല്ലേടാ എന്ന് പറഞ്ഞാലോ എനിക്ക് ബാധിക്കില്ലേ? നിങ്ങളോട് ചോദിച്ചാലോ? അപ്പോൾ ആ തരത്തിൽ വരുമ്പോൾ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നത് ആക്ഷേപിക്കൽ തന്നെയാണ്. അവിടെ നിസ്സാരമായി തള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നിയമവ്യവസ്ഥയുള്ള നാട്ടിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. IPC 295 സെക്ഷൻ A പ്രകാരവും BNS 299 പ്രകാരവും 3 വർഷം തടവ് ശിക്ഷയും പിഴയും രണ്ടും കൂടി ചുമത്തപ്പെടാവുന്ന തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ നിലപാട് ഉറച്ചു നിൽക്കും. ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇത്തരം പ്രവൃത്തികളും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.